പ്രിയരെ നമസ്കാരം. ശിവപുരാണത്തിൻ്റെ 6-ാം ദൃശ്യ ശ്രവ്യ വിരുന്നിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശിവപുരാണത്തിലെ 2-ാം അധ്യായമായ രുദ്രസംഹിതയുടെ 89-ാം ഭാഗം മുതൽ 107-ാം ഭാഗം വരെ 6-ാമത്തെ അംശത്തിൽ ഉൾപ്പെടുത്തുന്നു. തപസ് പൂർത്തിയാക്കിയ ശേഷം പാർവതി വീട്ടിലേക്ക് മടങ്ങി. അവളുടെ മടങ്ങിവരവിൽ എല്ലാവരിലും സന്തോഷം. ഏറെ വൈകാതെ ഹിമവാൻ ഗംഗയിൽ കുളിക്കാൻ പോയി. അതിനിടയിൽ ശിവൻ നടരാജന്റെ രൂപത്തിൽ പാർവതിയുടെ അമ്മയായ മേനയുടെ മുൻപിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആ ചടുലമായ നൃത്താവതരണത്തിൽ അവർ സന്തുഷ്ടയായിക്കൊണ്ട് അദ്ദേഹത്തിന് ആഭരണങ്ങൾ നൽകാൻ ആഗ്രഹിച്ചു. എന്നാൽ ശിവനവ സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്നു. പകരം പാർവതിയെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം ശിവൻ പ്രകടിപ്പിച്ചു. ആ ആവശ്യം മേനയെ കോപാകുലയാക്കി. അതിനിടയിൽ ഹിമവാൻ തിരിച്ചെത്തുന്നു. നടരാജൻ ഉന്നയിച്ച വിഷയം അവർ ഭർത്താവിനെ അറിയിച്ചു. അത് കേട്ട ഹിമവാനും അരിശം മൂത്തു. നടരാജനെ ആ പ്രദേശത്തു നിന്ന് തന്നെ ആട്ടിയോടിക്കുവാൻ സ്വന്തം പരിചാരകരോട് ആജ്ഞാപിച്ചു. ഉടൻ നടരാജൻ ദിവ്യരൂപം പ്രകടിപ്പിച്ചു. അതിൽ അദ്ദേഹത്തിനരികിൽ ഇരിക്കുന്ന വിഷ്ണുവിൻ്റെയും പാർവതിയുടെയും ദർശനം അവർക്ക് ലഭിച്ചു. ഹിമവാൻ അതിൽ അത്ഭുതപ്പെടുന്നു. തുടർന്ന് നടരാജൻ പാർവതിയെ എൻ്റെ പത്നിയായി നൽകുവാൻ വീണ്ടും ആവശ്യപ്പെട്ടു. പക്ഷേ ഹിമവാൻ അജ്ഞതയാൽ വീണ്ടും നിരസിച്ചു. നിരാശനായ നടരാജൻ സ്വന്തം വാസസ്ഥലത്തേക്ക് മടങ്ങി. നടരാജൻ തിരികെ പോയതിനു ശേഷം ശിവനായിരിക്കുമോ നടരാജന്റെ രൂപത്തിൽ എത്തിയിരിക്കുന്നത് എന്ന സംശയം ഹിമവാനിൽ ഉടലെടുത്തു. ഞാൻ എത്ര വലിയ അപരാധമാണ് പ്രവർത്തിച്ചതെന്ന് അദ്ദേഹം ഒരു നെടുവീർപ്പോടെ അപലപിച്ചു. കുറ്റബോധം നിമിത്തം ഹിമവാന്റെയും മേനയുടെയും ഹൃദയത്തിൽ ഭക്തിയുടെ മുളപൊട്ടൽ അനുഭവിച്ചു. ഹിമവാനും മേനയും ശിവനോട് ആഴമേറിയ ഭക്തി പുലർത്തുന്നത് കണ്ടപ്പോൾ ഇന്ദ്രനും മറ്റു ദേവതകളും ഭയന്നു. പാർവതിയെ ശിവനുമായി വിവാഹം കഴിച്ചു നൽകുവാൻ ഹിമവാൻ സന്തോഷത്തോടെ സമ്മതിച്ചാൽ ശിവൻ ഇനി ഭൂമിയിൽ വസിക്കില്ലെന്നും അദ്ദേഹം മോക്ഷം നേടുമെന്നും അവർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ വേർപാട് ഭൂമിയിലെ ആഭരണങ്ങളും മറ്റു സമ്പത്തും ഇല്ലായ്മ ചെയ്യും. ആ അവസ്ഥ സംജാതമാവാതിരിക്കുവാൻ ദേവന്മാർ അവരുടെ ഗുരുവായ വൃഷസ്പതിയുടെ അടുക്കൽ പോയി ശിവനെ കുറ്റപ്പെടുത്തി പറയുവാനും ഹിമവാന്റെ മനസ്സിനെ സ്വാധീനിക്കുവാനും അഭ്യർത്ഥിച്ചു. എന്നാൽ വൃഷസ്പതി അതിന് വഴങ്ങാൻ വിസമ്മതിക്കുന്നു. തുടർന്ന് ബ്രഹ്മാവിനെ സമീപിച്ച് അതേ അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ ബ്രഹ്മാവും അവരുടെ ആവശ്യം നിറവേറ്റാൻ വിസമ്മതിക്കുന്നു. അനന്തരം ദേവന്മാർ ശിവന്റെ അടുത്തേക്ക് പോയി നിങ്ങൾ പാർവതിയെ വിവാഹം കഴിക്കരുതെന്നും അങ്ങനെ പ്രവർത്തിച്ചാൽ ഭൂമിക്ക് എല്ലാത്തരം സമ്പത്തും നഷ്ടമാകുമെന്നും ഉണർത്തി. അതിൽ കരുണാമയനായ ശിവൻ അവരെ സഹായിക്കാമെന്ന് സമ്മതമേകുന്നു. ഒരു സന്യാസിയുടെ വേഷത്തിൽ ശിവൻ ഹിമവാന്റെ അടുത്തേക്ക് പോയി ശിവനെ കുറ്റപ്പെടുത്തുവാനും ശപിക്കുവാനും തുടങ്ങി. സന്യാസിമാരുടെ വാക്കുകൾ മേനയെ അത്യധികം സ്വാധീനിക്കുകയും പാർവതിയെ ശിവനുമായി വിവാഹം നടത്തില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു. എൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പാർവതിയെ ശിവന് വിവാഹം കഴിച്ചു നൽകിയാൽ പാർവതിയോടൊപ്പം എൻ്റെയും ജീവൻ ഉപേക്ഷിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. ശിവൻ സപ്തഋഷികളെ വിളിച്ചു വരുത്തി താരകാസുരനെ നിഗ്രഹിക്കുവാനായി പാർവതിയെ വിവാഹം കഴിച്ചു നൽകുവാൻ മേനയെയും ഹിമവാനെയും പ്രേരിപ്പിക്കാൻ നിർദ്ദേശിച്ചു. എൻ്റെ പ്രവൃത്തികൾ അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭയപ്പാടുകളിൽ നിന്നും അദ്ദേഹത്തെ മുക്തനാക്കുവാൻ സപ്തഋഷികൾ താരകാസുരനെ കൊല്ലുവാനായി ശിവനെ ഉത്തേജിപ്പിക്കുവാൻ ശ്രമിച്ചു. സപ്തഋഷികൾ ഹിമവാന്റെ അടുത്തേക്ക് പോയി പാർവതിയെ ശിവനുമായി വിവാഹം കഴിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ലെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. പാർവതിയെ ശിവന് വിവാഹം കഴിച്ചു നൽകിയില്ലെങ്കിൽ ശിവൻ അവളെ ബലമായി തട്ടിക്കൊണ്ടുപോകുമെന്നും അതിനാൽ അവരുടെ മുഴുവൻ വംശത്തിനും മരണവും നാശവും വരുത്തുമെന്നും അവർ ഹിമവാനും മേനയ്ക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു കഥയവർക്ക് പറഞ്ഞുകൊടുത്തു. 14-ാമത്തെ മനുവായ ഇന്ദ്രസാവർണിയുടെ വംശത്തിൽപ്പെട്ട അനാരണ്യൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. വലിയ ശിവഭക്തനായ അദ്ദേഹത്തിന് 5 രാജ്ഞിമാരുണ്ടായിരുന്നു. അവർക്ക് 100 പുത്രന്മാരും പത്മ എന്ന അതിസുന്ദരിയായ ഒരു മകളുമുണ്ട്. പത്മ വളർന്നപ്പോൾ രാജാവ് അവൾക്ക് അനുയോജ്യനായ ഒരു ഇണയെ അന്വേഷിക്കുവാൻ തുടങ്ങി. ഒരു ദിവസം പത്മ ഭദ്രനദിയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ പിപ്ലാദമുനി നദിയിലെത്തുന്നു. പത്മയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി. ജനങ്ങളിൽ നിന്ന് അവളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച ശേഷം അദ്ദേഹം അനാരണ്യ രാജാവിൻ്റെ അടുത്തേക്ക് പോയി പത്മയെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവളെ ദാനം തന്നില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ബ്രാഹ്മണ ശാപത്തെ ഭയന്ന് അനാരണ്യൻ പുത്രിയെ പിപ്ലാദന് നൽകി. പിപ്ലാദമുനി പത്മയോടൊപ്പം സംതൃപ്തിയോടെ മടങ്ങി. എന്നാൽ രാജാവും രാജ്ഞിയും തങ്ങളുടെ പ്രിയപ്പെട്ട ഇളയ പുത്രിയെ ഒരു വൃദ്ധമുനിക്ക് നൽകേണ്ടി വന്ന ദുഃഖത്തിനാൽ അധികാരം വെടിഞ്ഞ് വനവാസം സ്വീകരിച്ചു. രാജ്ഞി ദുഃഖത്താൽ ജീവൻ ത്യജിക്കുന്നു. ശിവനോടുള്ള അഗാധമായ ഭക്തി നിമിത്തം രാജാവ് ശിവന്റെ വാസസ്ഥലം പുൽകി. ഹിമവാന്റെ അഭ്യർത്ഥന പ്രകാരം സപ്തഋഷികളിൽ ഒരാളായ വസിഷ്ഠമുനി പത്മരാജകുമാരിയുടെയും പിപ്ലാദമുനിയുടെയും കഥ വിശദമായി വിശദീകരിച്ചു.
വിവാഹ സമയത്ത് പിപ്ലാദമുനി വൃദ്ധനും ദുർബലനുമായിരുന്നു. എന്നാൽ പത്മ വിശ്വസ്തയായ ഒരു പത്നിയുടെ കടമകൾ സമർപ്പണപൂർവ്വം നിർവഹിച്ചു. ഭർത്താവിനോടുള്ള അവളുടെ വിശ്വാസ്യത പരീക്ഷിക്കുന്നതിനായി ധർമ്മരാജൻ ചെറുപ്പക്കാരനും അതിസുന്ദരനുമായ ഒരു രാജകുമാരന്റെ വേഷത്തിൽ പത്മ കുളിച്ചുകൊണ്ടിരുന്ന നദിക്കരയിലെത്തി. വൃദ്ധനായ ഭർത്താവിനെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം വരാൻ അദ്ദേഹം പത്മയെ പ്രേരിപ്പിച്ചു. പത്മ വെറുപ്പിനാലും കോപത്താലും അദ്ദേഹത്തെ ശപിക്കുന്നു. അവളുടെ പ്രവൃത്തിയിൽ ധർമ്മരാജൻ തൃപ്തനായി. ധർമ്മരാജൻ യഥാർത്ഥ രൂപം അവൾക്ക് മുൻപിൽ വെളിപ്പെടുത്തി. അവളുടെ ശാപത്തിൻ്റെ ഫലങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് യമരാജൻ അവളോട് ചോദിച്ചു. സത്യയുഗത്തിൽ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾക്ക് 4 കാലുകൾ ഉണ്ടായിരിക്കുമെന്നവൾ പറഞ്ഞു. എന്നാൽ ത്രേതായുഗത്തിൽ അവ 3 കുറയും. ദ്വാപരയുഗത്തിൽ ആ കാലുകൾ വീണ്ടും 2 കുറയും. ഒടുവിൽ കലിയുഗത്തിൽ അദ്ദേഹത്തിന് പാപത്തിൻ്റെ 1 കാൽ മാത്രമേ ഉണ്ടാകൂ. കലിയുഗത്തിൻ്റെ അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആ 1 കാൽ പോലും അപ്രത്യക്ഷമാകുമെന്നും ഇത് നിങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി പ്രവർത്തിക്കുമെന്നും പത്മ അറിയിച്ചു. അത് കേട്ട ധർമ്മരാജൻ അവളുടെ ഭർത്താവിന് യൗവനവും ദീർഘായുസ്സും ഉണ്ടാകുമെന്നും അവർക്ക് 10 ആൺമക്കൾ പിറക്കുമെന്നും അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഈ കഥ കേട്ടതിന് ശേഷം ഹിമവാൻ പാർവതിയെ ശിവനുമായി വിവാഹം കഴിപ്പിക്കാൻ സമ്മതിച്ചു. തുടർന്ന് സപ്തഋഷികൾ ശിവന്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി സന്തോഷവാർത്ത അറിയിക്കുന്നു. ഹിമവാൻ ഗാർഗ മഹർഷിയോട് മനോഹരമായൊരു ലഗ്നപത്രിക, അതായത് വിവാഹ ക്ഷണപത്രിക തയ്യാറാക്കുവാൻ ആവശ്യപ്പെട്ടു. ആ പത്രിക അടുത്തവർക്കും പ്രിയപ്പെട്ടവർക്കും അയച്ചു കൊടുത്തു. വിശ്വകർമാവിനോട് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിവാഹത്തിനായി മനോഹരമായ ഒരു മണ്ഡപം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. ശിവൻ അദ്ദേഹത്തിൻ്റെ എല്ലാ ഗണങ്ങളെയും വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിച്ചു. എല്ലാ ദേവന്മാരെയും ഋഷിമാരെയും സ്വർഗീയവാസികളെയും അറിയിക്കാൻ നാരദ മുനിയോട് നിർദ്ദേശിക്കുന്നു. ശിവന്റെ ക്ഷണം ലഭിച്ചതോടെ സർവരും വിവാഹ ഘോഷയാത്രയിൽ പങ്കെടുക്കുവാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ബ്രാഹ്മി, മഹേശ്വരി, കുമാരി, വൈഷ്ണവി, വരാഹി, ഐന്ദ്രി, ചാമുണ്ഡി എന്നീ 7 മാതൃദേവതകൾ അദ്ദേഹത്തെ മനോഹരനാക്കി അണിയിച്ചൊരുക്കി. പിന്നീട് ശിവൻ ഗ്രഹത്തെ ശാന്തമാക്കുവാൻ വേണ്ട എല്ലാ കർമ്മങ്ങളും നടത്തി. ഒടുവിൽ ശിവന്റെ ഈ അത്ഭുതകരമായ വിവാഹ ഘോഷയാത്ര ഹിമവാന്റെ കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. ശിവൻ കോടിക്കണക്കിന് ഗണങ്ങളെയും വാഹനത്തിൽ കയറ്റിയ വിഷ്ണുവിനെ പോലുള്ള ദേവതകളെയും പരിഗണിച്ചുകൊണ്ട് വിവാഹ ഘോഷയാത്ര നടത്തി. നാരദനും ബ്രഹ്മാവും പോലും ശിവന്റെ വിവാഹ ഘോഷയാത്രയിൽ സന്നിഹിതരായിരുന്നു. അവരുടെ ആഗമനം അറിയിക്കാൻ ശിവൻ നാരദനെ ആദ്യമേ ഹിമവാന്റെ അടുത്തേക്ക് അയച്ചിരുന്നു. അവരെ സ്വീകരിക്കുവാൻ ഹിമവാൻ പുത്രനായ മൈനാകനെ നിയോഗിച്ചു. വിവാഹ ഘോഷയാത്ര വരുന്നതായി കണ്ട മേനയ്ക്ക് കൗതുകത്തോടെ സ്വന്തം മരുമകനെ കാണുവാനുള്ള ആഗ്രഹം നാരദനോട് പ്രകടിപ്പിച്ചു. അവരുടെ ആഗ്രഹത്തിലെ കർക്കശത ശിവൻ തിരിച്ചറിഞ്ഞു. അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ശിവൻ ഓരോ ദേവന്മാരെയും ആദ്യം ഓരോരുത്തരായി മുൻപോട്ട് പറഞ്ഞയച്ചു. മേന അവരെ ഓരോരുത്തരെയും ശിവനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ നാരദനാണ് അവരോട് പിന്നീട് അവരെല്ലാം ശിവന്റെ പരിചാരകരാണെന്ന് അറിയിച്ചത്. അതിൽ മേനയ്ക്ക് വളരെയധികം സന്തോഷം. കാരണം പരിചാരകർ ഇത്രമാത്രം സുന്ദരന്മാരാണെങ്കിൽ അവരുടെ യജമാനനായ ശിവൻ എത്രമാത്രം സുന്ദരനായിരിക്കുമെന്ന് അവർ ആലോചിച്ചു. ആ സന്ദർഭത്തിലാണ് ശിവൻ സ്വന്തം ഗണങ്ങളുമായി അവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഭസ്മം പുരട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഗണങ്ങളും വികൃതരായി കാണപ്പെട്ടു. ആ ഭയാനകമായ കാഴ്ച സഹിക്കുവാനാവാതെ മേന മോഹാലസ്യപ്പെട്ട് വീണു. പരിചാരകരായ സ്ത്രീകൾ തൽക്ഷണം ഓടിയെത്തി മേനയുടെ ബോധം വീണ്ടെടുക്കുവാൻ സഹായിച്ചു. ബോധം വീണ്ടെടുത്ത അവർ വിലപിക്കുവാനും എല്ലാവരെയും ശപിക്കുവാനും തുടങ്ങി. ശിവനുമായുള്ള സ്വന്തം മകളുടെ വിവാഹത്തിന് ഞാനും നാരദനും സപ്തഋഷികളും സ്വന്തം പുത്രന്മാർ പോലും ഉത്തരവാദികളാണെന്ന് അവർ വിലയിരുത്തി. മേന പാർവതിയോടായി ഉപദേശേണ പറഞ്ഞു, ഇത്രയും ഭയങ്കരനായ ഒരു ഭർത്താവിനെ ലഭിക്കുവാൻ വേണ്ടിയാണോ നീ ഇത്രയും കഠിനമായ തപസ് അനുഷ്ഠിച്ചത് മകളെ? ബ്രഹ്മാവും നാരദനും മേനയെ ആശ്വസിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഹിമവാൻ ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ശക്തമായ ശാസന ലഭിക്കുന്നു. ഈ വിവാഹം നടന്നാൽ അത് തൻ്റെ ജീവിതത്തിലെ അവസാന ദിവസമാകുമെന്ന് മേന ഭീഷണിപ്പെടുത്തി. ഒടുവിൽ ഭഗവാൻ വിഷ്ണു എത്തി അവളുടെ കോപം അടിസ്ഥാനരഹിതമാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കോപം ശമിപ്പിക്കാൻ ശ്രമിച്ചു. കാരണം അവർ ശിവന്റെ യഥാർത്ഥ രൂപം കണ്ടിട്ടില്ല. തുടർന്ന് വിഷ്ണുവും നാരദനും ശിവനെ സ്തുതിച്ചു. അവരിൽ സന്തുഷ്ടനായ ശിവൻ അനുഗ്രഹം നൽകുന്ന സ്വന്തം ആകർഷകമായ സൗന്ദര്യം പ്രകടിപ്പിച്ചു. ആ രൂപം ദർശിച്ച മേനയിൽ പൂർണ്ണ സംതൃപ്തി. ഹിമവാൻ സ്വന്തം പുത്രിയുടെ ഭാഗ്യത്തിൽ അഭിമാനിച്ചു. ഒടുവിൽ ശിവൻ വിവാഹച്ചടങ്ങ് സംഘടിപ്പിക്കാൻ ഒരുക്കിയ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ പാർവതി നവവധുവായി ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു. പരസ്പരം കണ്ട ഇരുവരിലും ആനന്ദത്തിൻ്റെ തിരമാലകൾ ആഞ്ഞടിച്ചു. വിവാഹ ചടങ്ങുകൾ പര്യവസാനിച്ചപ്പോൾ വേദമന്ത്രങ്ങളുടെ ജപങ്ങൾക്കിടയിൽ കന്യാദാന ചടങ്ങ് നിർവഹിക്കുവാൻ ഗാർഗമുനി ഹിമവാനെ സഹായിച്ചു.
ആ സന്ദർഭത്തിൽ സ്ത്രീകൾ ശുഭഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നു. ഹിമവാൻ ശിവന് ധാരാളം സ്ത്രീധനം നൽകി. പാർവതിയുടെ തോഴിമാർ ശിവനുമായി നർമ്മവും തമാശയും കലർന്ന സംഭാഷണത്തിൽ ഏർപ്പെട്ടു. കാമദേവന്റെ പത്നിയായ രതി ആ സന്ദർഭത്തിൽ അവിടെ എത്തി. അവളുടെ മരിച്ചുപോയ ഭർത്താവിനെ തിരികെ കൊണ്ടുവരുവാൻ ശിവനോടവൾ അപേക്ഷിച്ചു. അവളുടെ വിലാപങ്ങൾ മറ്റു ദേവതകൾക്ക് അവളോട് അത്യധികം അനുകമ്പയുളവാക്കി. അവരും രതിയുടെ ഭർത്താവിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ ശിവനോട് അപേക്ഷിച്ചു. അവളുടെ അവസ്ഥയിൽ സഹതാപം തോന്നിയ ശിവൻ രതി നൽകിയ ചിതാഭസ്മത്തിൽ നിന്ന് കാമദേവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഭർത്താവ് ജീവനോടിരിക്കുന്നത് കണ്ടപ്പോൾ രതിയുടെ ഹൃദയം അതിയായ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഇരുവരും ശിവനെ സ്തുതിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ ഘോഷയാത്രയുടെ സംഘാടകർ ഹിമവാനോട് തിരികെ പോകുവാനുള്ള അനുവാദം തേടി. എന്നാൽ കുറച്ചു ദിവസം കൂടി അവിടെ തങ്ങുവാൻ ഹിമവാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. ശിവൻ ഭാര്യ മാതാവിൻ്റെ ഗൃഹത്തിൽ ദിവസങ്ങളോളം താമസിച്ചു. ഒരു ദിവസം അദ്ദേഹം മടക്കയാത്രയ്ക്കായി ഭാര്യ പിതാവിനോട് അനുവാദം ചോദിച്ചു. അവർ പോവുകയാണെന്ന അവസ്ഥ വന്നപ്പോൾ എല്ലാവരും ദുഃഖിതരായി. മേന ഈ വാർത്തയിൽ പ്രത്യേകിച്ചും അത്യധികം ദുഃഖിതയാകുന്നു. ഒടുവിൽ ശിവന് പാർവതിയോടൊപ്പം കൈലാസത്തിലേക്ക് പോകേണ്ട സമയമായി. അവരുടെ സന്തതികളുടെ വരവിനായി കാത്തിരുന്ന ദേവന്മാരുടെ ആകാംക്ഷയെക്കുറിച്ച് അറിയാതെ ഭഗവാൻ ശിവനും പാർവതിയും അവരുടെ വിവാഹാവസ്ഥ ആസ്വദിക്കുകയായിരുന്നു. താരകൻ എന്ന അസുരൻ ദേവന്മാരെ പീഡിപ്പിക്കുന്നത് അപ്പോഴും തുടർന്നുകൊണ്ടിരുന്നു. അവരുടെ ദുരിതങ്ങൾ അസഹനീയമായപ്പോൾ അവർ സഹായം തേടി വീണ്ടും ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. ബ്രഹ്മാവിനെയും കൂട്ടി അവർ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോയി. ഇത്രയും കാലം കടന്നു പോയിട്ടും പാർവതിയും ശിവനും ഇതുവരെ മാതാപിതാക്കളായിട്ടില്ലെന്ന് അവർ വിഷ്ണുവിനോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് പിന്നിലെ ഉദ്ദേശത്തെക്കുറിച്ച് ശിവനെ ഓർമ്മിപ്പിക്കാൻ അവർ വിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചു. തുടക്കത്തിൽ ശിവന്റെ വൈവാഹിക അവസ്ഥയെ ശല്യപ്പെടുത്തുവാൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ മനസ്സനുവദിച്ചില്ല. എന്നാൽ ദേവന്മാർ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം എല്ലാവരോടും കൂടെ ശിവനെ സമീപിച്ചു. അവരെല്ലാം ശിവനെയും പാർവതിയെയും സ്തുതിച്ചു. താരകാസുരനെ ഉന്മൂലനം ചെയ്യുന്നതിനായി അദ്ദേഹത്തിൻ്റെ സംഭാവന നൽകുവാൻ ദേവന്മാർ ശിവനോട് അഭ്യർത്ഥിച്ചു. ശിവന് എല്ലാം ബോധ്യമായി. ദേവന്മാരുടെ നിർബന്ധത്തിനാൽ അദ്ദേഹത്തിൻ്റെ ബീജത്തുള്ളികളിൽ ചിലത് നിലത്ത് വീണു. അഗ്നിദേവൻ ഒരു പ്രാവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ ബീജത്തുള്ളികൾ കൊത്തി തിന്നുവാൻ തുടങ്ങി. അപ്പോൾ തന്നെ പാർവതി അവിടെയെത്തി ബീജം പാഴാക്കുന്നത് കണ്ട് അത്യധികം കോപാകുലയായി. ബുദ്ധിശൂന്യമായ പ്രവൃത്തികളുടെ അനന്തരഫലമായി ദേവതകളും അവരുടെ പത്നിമാരും സന്താന സൗഭാഗ്യം ഇല്ലാതെ തുടരട്ടെ എന്ന് അവൾ ശപിച്ചു. ശിവന്റെ ബീജം മൂലം അഗ്നിദേവന്റെ ഉദരം വീർത്തു. അതിനെ ഏതെങ്കിലും കുലീനയായ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റാൻ ഭഗവാൻ ശിവൻ നിർദ്ദേശിക്കുന്നു. അഗ്നിദേവന നിർദ്ദേശം പാലിച്ച് 6 സ്ത്രീകളുടെ ശരീരത്തിലെ രോമങ്ങളുടെ സുഷിരങ്ങളിലൂടെ ബീജം അവരുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. ആ സ്ത്രീകൾക്ക് ശിവന്റെ ബീജത്തിൻ്റെ അതിശോഭ താങ്ങാൻ കഴിഞ്ഞില്ല. അവർ ഹിമാലയത്തിലേക്ക് പോയി അത് സ്വന്തം ശരീരത്തിൽ നിന്നും നീക്കം ചെയ്തു. ഹിമാലയത്തിന് പോലും അതിൻ്റെ അതിശോഭ താങ്ങാൻ കഴിയാതെ ഒഴുകുന്ന ഗംഗയിൽ തള്ളി. ഗംഗാ നദിയതിനെ സ്വന്തം നീരൊഴുക്കിൽ കൊണ്ടുപോയി ഞാങ്ങണയുടെ ഒരു കുറ്റിക്കാട്ടിൽ സ്ഥാപിച്ചു. തൽക്ഷണം അതിൽ നിന്നും ഒരു സുന്ദരനായ കുട്ടി പ്രത്യക്ഷപ്പെട്ടു. ആ ജനനത്തിൽ എല്ലാ ദേവതകളും അത്യധികം സന്തോഷിച്ചു. ഹൈന്ദവ മാസമായ മാർഗശീർഷ, അതായത് വൃശ്ചിക മാസത്തിലെ ചന്ദ്ര വളർച്ചയുടെ 6-ാം ദിവസമായിരുന്നത് സംഭവിച്ചത്. അതിനാൽ അദ്ദേഹം കാർത്തികേയനായി. കുട്ടി പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വിശ്വാമിത്ര മഹർഷി എത്തുന്നു. കുട്ടിയുടെ ആവർത്തിച്ചുള്ള നിർബന്ധപ്രകാരം വിശ്വാമിത്രൻ ശുദ്ധീകരണ ചടങ്ങുകൾ നടത്തി അവന് ഗുഹൻ എന്ന് നാമകരണം ചെയ്തു. ദിവ്യ ശിശു വിശ്വാമിത്രനെ അനുഗ്രഹിക്കുകയും ദിവ്യജ്ഞാനം നൽകുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ ബ്രഹ്മർഷി എന്ന പേരിൽ പ്രശസ്തനാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. അഗ്നിദേവൻ അവിടെയെത്തി ആ കുട്ടിക്ക് ശക്തി എന്ന ദിവ്യായുധം നൽകി. ഗുഹൻ ക്രൗഞ്ച പർവ്വതത്തിൽ പോയി ആ ആയുധത്താൽ പ്രഹരിച്ചു. ആ ആഘാതം താങ്ങുവാനാവാതെ ക്രൗഞ്ച പർവ്വതം തകർന്നു വീഴുവാൻ തുടങ്ങി. ക്രൗഞ്ച പർവ്വതത്തിൽ താമസിച്ചിരുന്ന എണ്ണമറ്റ അസുരന്മാർ അവനെ ആക്രമിക്കുവാൻ പാഞ്ഞെടുത്തു. എന്നാൽ ആ കുട്ടി സ്വന്തം ദിവ്യായുധം ഉപയോഗിച്ച് അവരെയെല്ലാം കൊന്നൊടുക്കി. ഗുഹന്റെ ധീരതയെക്കുറിച്ച് കേട്ടപ്പോൾ ഇന്ദ്രൻ മറ്റു ദേവന്മാരോടൊപ്പം അവനെതിരെ പോരാടുവാനെത്തി. ഇന്ദ്രൻ വജ്രായുധത്താൽ ഗുഹന്റെ ശരീരത്തിൻ്റെ വലതുഭാഗത്ത് പ്രഹരിച്ചു. അതിൻ്റെ ഫലമായി ശകൻ എന്ന അതിശക്തനായ ഒരു അസ്തിത്വം പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ വീണ്ടും അവൻ്റെ ശരീരത്തിൻ്റെ ഇടത്തുവശത്ത് ആക്രമിക്കുന്നു. അതിൽ നിന്ന് വിശാഖൻ എന്ന അതിശക്തനായ മറ്റൊരു അസ്തിത്വവും പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ 3-ാം തവണയും ഗുഹനെ ആക്രമിച്ചു. ഇത്തവണ അവൻ്റെ നെഞ്ചായിരുന്നു ലക്ഷ്യം. ഇന്ദ്രൻ്റെ ഈ 3-ാം പ്രഹരത്തിൽ നിന്ന് നൈഗമേയൻ എന്നും അറിയപ്പെടുന്ന നൈഗൻ പ്രകടമായി. ഗുഹൻ 3 ശക്തരായ ശാകൻ, വിശാഖൻ, നൈഗൻ എന്നീ ശക്തികളുടെ കൂടെ ഇന്ദ്രനെയും സൈന്യത്തെയും ആക്രമിക്കുകയും ദേവന്മാർ വിരണ്ടോടുകയും ചെയ്തു. 6 ദേവതകൾ ഇറങ്ങി വരികയും അവരെല്ലാം വാത്സല്യത്തോടെ മാറി മാറി കുട്ടിയെ പോറ്റുവാൻ പരിശ്രമിച്ചു. അതിനായി അവർ വഴക്കടിക്കാൻ തുടങ്ങി.
ഉടൻ ആ കുട്ടി 6 തലകളോടെ മാറ്റം പ്രാപിച്ചത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഇപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഓരോ ദേവതയും കുട്ടിക്ക് ഒരേ സമയം മുലപ്പാൽ ഊട്ടി. അവർ ഗുഹനെ കൂടെ കൊണ്ടുപോയി വളരെയധികം സ്നേഹത്തോടെയും കരുതലോടെയും വളർത്തി. ഗുഹൻ പിന്നീട് കാർത്തികേയൻ എന്ന പേരിൽ പ്രശസ്തനായി. ശിവന്റെ ശുക്ലം നിലത്ത് വീണതിനെക്കുറിച്ച് ഒരു ദിവസം പാർവതി കൗതുകത്തോടെ ചോദിച്ചു. ശിവൻ ദേവന്മാരെ വിളിച്ചു വരുത്തി അതിനെക്കുറിച്ച് ചോദിക്കുന്നു. ദേവന്മാരപ്പോൾ മുഴുവൻ കഥയും പറഞ്ഞു. കാർത്തികേയനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ശിവനും പാർവതിയും അത്യധികം സന്തോഷിച്ചു. ശിവൻ തൻ്റെ ഗണങ്ങളോട് കാർത്തികേയനെ കൃതികമാരുടെ കൈവശത്തിൽ നിന്നും കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു. ഗണങ്ങൾ കൃതികമാർ താമസിച്ചിരുന്ന ബദ്രികാശ്രമത്തിലെത്തി. കൃതികമാർ ഗണങ്ങളെ കണ്ടപ്പോൾ ഭയപ്പെട്ടു. എന്നാൽ കാർത്തികേയൻ അവരെ ആശ്വസിപ്പിക്കുന്നു. ഗണങ്ങൾ കാർത്തികേയനോട് തങ്ങളോടൊപ്പം വരുവാൻ ആവശ്യപ്പെട്ടു. കാർത്തികേയൻ അമ്മമാരിൽ നിന്ന് അനുവാദം വാങ്ങി ശിവനെയും പാർവതിയെയും ദർശിക്കുവാൻ സന്തോഷത്തോടെ പോയി. കാർത്തികേയൻ പോകുവാൻ ഒരുങ്ങിയപ്പോൾ അമ്മമാർ വളരെയധികം വികാരാധീനരായിരുന്നു. കാർത്തികേയൻ അവരെ ആശ്വസിപ്പിച്ചു. തുടർന്ന് പാർവതി അയച്ച മനോഹരമായ രഥത്തിൽ കയറി കൈലാസ പർവ്വതത്തിലേക്ക് പോയി. ശിവൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും അവൻ്റെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കാർത്തികേയൻ കൈലാസ പർവ്വതത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് രാജകീയമായ സ്വീകരണം ലഭിച്ചു. അന്തരീക്ഷം മുഴുവൻ സന്തോഷമുഖരിതമായി. എല്ലാവരും ആഘോഷത്തിമിർപ്പിലായിരുന്നു. ഓരോ ദേവന്മാരും അവരവരുടെ ആയുധങ്ങൾ അദ്ദേഹത്തിന് സമർപ്പിച്ചു. ബ്രാഹ്മണരുടെ സഹായത്തോടെ ശിവൻ അവനെ രാജാവായി അഭിഷേകം ചെയ്തു. അങ്ങനെ അവനിപ്പോൾ കൈലാസപുരിയുടെ അധിപനായി. അപ്പോൾ കാർത്തികേയൻ അവനുമായി ബന്ധപ്പെട്ട ഒരു കഥ പറഞ്ഞു. ഒരു ദിവസം നാരദൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ എൻ്റെ അടുക്കൽ വന്നു. വഴി തെറ്റിപ്പോയ എൻ്റെ ആടിനെ കണ്ടെത്തുവാൻ സഹായിക്കണമെന്ന് അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചു. ബലി അർപ്പിക്കുവാൻ വേണ്ടി ഉഴിഞ്ഞുവെച്ച ആടാണതെന്നും അദ്ദേഹം എന്നെ ബോധിപ്പിക്കുന്നു. ആടിനെ കണ്ടെത്താനായില്ലെങ്കിൽ എൻ്റെ നേർച്ച നിറവേറ്റപ്പെടില്ലെന്ന് നാരദൻ വിഷമത്തോടെ അറിയിച്ചു. അതിനാൽ ഞാൻ ആടിനെ അന്വേഷിച്ചു പോയി. വിഷ്ണു ലോകത്തിൽ ആ ആട് ശല്യം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആട് എന്നെ കണ്ടപ്പോൾ അതിൻ്റെ മൂർച്ചയുള്ള കൊമ്പുകൾ കൊണ്ട് എന്നെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. ഞാനതിൻ്റെ പുറത്തേക്ക് ചാടിക്കയറി. എന്നെയും വഹിച്ചുകൊണ്ട് ആ ആട് 3 ലോകങ്ങളിലൂടെയും സഞ്ചരിച്ച ശേഷം അതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് മടങ്ങിയെത്തി. ഞാനതിൻ്റെ മുതുകിൽ നിന്നും താഴെ ഇറങ്ങി. നാരദൻ എത്തി ആടിനെ ആവശ്യപ്പെട്ടു. എൻ്റെ അനുഗ്രഹത്താൽ അദ്ദേഹത്തിൻ്റെ യാഗം പൂർത്തിയായെന്നും ആ പാവം ആടിനെ ബലി നൽകേണ്ടതില്ലെന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. നാരദ ബ്രാഹ്മണൻ സംതൃപ്തനായി ആടുമൊത്തു മടങ്ങി. കാർത്തികേയൻ്റെ സാന്നിധ്യം ദേവതകൾക്ക് വളരെയധികം പ്രോത്സാഹനമായി. അവർ ആത്മവിശ്വാസവും ഉത്സാഹവും കൊണ്ട് ആവേശഭരിതരാകുന്നു. താരകാസുരനെ നേരിടാൻ കടൽ തീരത്ത് ദേവതകൾ ഒത്തുകൂടി. താരകാസുരൻ വലിയ സൈന്യവുമായി അവരെ സമീപിച്ച് കടുത്ത യുദ്ധം ആരംഭിച്ചു. കടുത്ത പോരിനിടെ താരകാസുരൻ അജയനായി കാണപ്പെട്ടു. അവൻ്റെ പ്രഹരം വളരെ കഠിനമായിരുന്നതിനാൽ ഇന്ദ്രൻ ബോധരഹിതനായി വീണു. എല്ലാ ലോകപാലകർക്കും അതേ വിധി നേരിടേണ്ടി വന്നു. അതിനുശേഷം താരകാസുരൻ വീരഭദ്രനുമായി പോരാടി വീരഭദ്രനെ ബോധരഹിതനാക്കി. ഭഗവാൻ വിഷ്ണുവിന് പോലും അധികനേരം പോരാടുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പരാജയപ്പെട്ടു. അവസാനം താരകാസുരനോട് യുദ്ധം ചെയ്യുവാൻ ബ്രഹ്മാവ് കാർത്തികേയനോട് അഭ്യർത്ഥിച്ചു. കാരണം കാർത്തികേയനല്ലാതെ മറ്റാർക്കും താരകാസുരനെ നിഗ്രഹിക്കുവാൻ കഴിയില്ല. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം കാർത്തികേയൻ താരകാസുരനുമായി പോരാടുവാൻ മുന്നോട്ട് വന്നു. ഒരു കൊച്ചുകുട്ടിയെ പരിചയമായി എടുത്തതിന് താരകാസുരൻ ദേവന്മാരെ പരിഹസിച്ചു. ഞാൻ അവനെ കൊന്നാൽ അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ മാത്രമായിരിക്കും. താരകാസുരൻ ഇടിമുഴക്കം പോലെ അലറി. ഇരുവർക്കുമിടയിൽ ഒരു ഘോരയുദ്ധം ആരംഭിച്ചു. ആ പോരാട്ടത്തിൽ ഇരുവർക്കും പരിക്കേറ്റു. ഒടുവിൽ അവസരോചിതമായ നിമിഷം തെളിഞ്ഞു കണ്ട മാത്രയിൽ കാർത്തികേയൻ ദിവ്യായുധമായ ശക്തി ഉപയോഗിച്ച് താരകാസുരൻ്റെ നെഞ്ചിൽ പ്രഹരിച്ചു. ആ പ്രഹരം മാരകമായി മാറുകയും അതിൻ്റെ ഫലമായി താരകാസുരയുഗം പര്യവസാനിക്കുകയും ചെയ്യുന്നു. കാർത്തികേയൻ്റെ നേട്ടത്തെ എല്ലാ ദേവന്മാരും പ്രശംസിച്ചു. താരകാസുരനെ വധിച്ച ശേഷം കാർത്തികേയൻ അമ്മ പാർവതിയുടെ അടുത്തേക്ക് പോയി. അവൾ സ്നേഹപൂർവ്വം അവനെ മടിയിൽ പിടിച്ചിരുത്തി. എല്ലാ ദേവതകളും അവനെ സ്തുതിച്ചു. പ്രിയരെ, ശിവപുരാണത്തിൻ്റെ 6ാം ദൃശ്യശ്രവ്യ വിസ്മയങ്ങൾ ഇവിടെ നിർത്തട്ടെ. 7ാമത്തെ ശ്രവ്യ ദൃശ്യ വിസ്മയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.